മോഡലിംഗിന്റെ മറവിൽ നടന്ന മനുഷ്യക്കടത്തിലും സെക്സ് റാക്കറ്റിലും നിർണായക കണ്ടെത്തലുമായി പോലീസ്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയത് 5 വർഷങ്ങൾക്ക് മുൻപ് എന്ന് മൊഴി. ജോലിയും മറ്റും വാഗ്ദാനം ചെയ്ത യുവതികളെ കടത്തിയ ശേഷം പലരെയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി. ബിലാലിന്റെ ഫോണിൽ നിന്ന് നിരവധി യുവതികളുടെ ചിത്രങ്ങളടക്കം കണ്ടെടുത്തു. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഗുഡ് മോർണിംഗ്. 5 വർഷമായി ഇത് പ്രവർത്തിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ കെണിയിൽപ്പെട്ട് പോയിട്ടുമുണ്ട്. പോലീസ് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 5 വർഷം മുൻപാണ് ഈ സെക്സ് റാക്കറ്റ് സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയത് എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്ന കാര്യം. ഇവരുടെ മൊഴിയും വന്നിട്ടുണ്ട്. കോവിഡിന് ശേഷമാണ് തങ്ങൾ ഈ രീതിയിൽ സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയത് എന്നതാണ് പറയുന്നത്. പൂർണ്ണമായും ദുബായ് കേന്ദ്രീകരിച്ചായിരുന്നു ആ പ്രവർത്തനങ്ങൾ എല്ലാം. അതോടൊപ്പം അവിടെയായിരുന്നു ഇതെല്ലാം നടന്നിരുന്നത്. ഇവിടെ നിന്ന് യുവതികളെ അവിടേക്ക് കടത്തുകയായിരുന്നു. ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കടത്തി അവിടെ എത്തിയ ശേഷം ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും ഒക്കെ വിധേയമാക്കുകയായിരുന്നു, മറ്റു പലർക്കും വിട്ടു നൽകിക്കൊണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള ബിലാൽ എന്ന് പറയുന്ന ശ്രീകുമാറിന്റെ ഫോണിൽ നിന്ന് നിരവധി യുവതികളുടെ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. നിർണായക ചാറ്റുകൾ കണ്ടെടുത്തു. മാത്രമല്ല, ഇയാൾ ഒട്ടനവധി സിമ്മുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അക്കൗണ്ടുകളുമുണ്ട്. ഇതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം എന്ന് പറയുമ്പോൾ ഒട്ടനവധി പേരെ ഇവർ ഇവിടേക്ക് കടത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസിന് ബോധ്യമാകുന്ന കാര്യം. ഇപ്പോൾ പരാതിയായി മുന്നിൽ വന്നിരിക്കുന്നത് വളരെ കുറവാണ്. ഈ പലരെയും ഇത്തരത്തിൽ പീഡനമൊക്കെ നടക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തുകയായിരുന്നു ഇവരെ. ആ പകർത്തി ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ടായിരിക്കും പലരും പരാതിയുമായി കൂടുതൽ പേർ എത്താത്തത് എന്ന നിഗമനത്തിലാണ് പോലീസ് സംഘമുള്ളത്. എന്തായാലും കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണ് പോലീസിന്റെ നീക്കം. 2 പേർ വിദേശത്തുണ്ട്, റഹ്മത്തും അതോടൊപ്പം തന്നെ ഷംലയും. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ കൂടുതൽ പ്രതികളുണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ്.